ഹലോ മക്കളെ, ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് 1ാം ക്ലാസ്സിലെ ഇംഗ്ലീഷ് ആക്ടിവിറ്റി ബുക്കാണ്. 1 മുതൽ 4 വരെയുള്ള ആക്ടിവിറ്റീസ് നമ്മൾ ഇതിനു മുമ്പ് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അത് കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് കാണണം കേട്ടോ. എല്ലാ ആക്ടിവിറ്റീസും ചെയ്യണം. നമുക്കിന്ന് 5ാമത്തെ ആക്ടിവിറ്റി മുതൽക്ക് ചെയ്തു തുടങ്ങാം. ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണോ കാണുന്നത് എങ്കിലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അതേപോലെ വീഡിയോക്ക് ലൈക്ക് നൽകാനും നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കല്ലേ. ഓക്കെ, ആക്ടിവിറ്റി നമ്പർ 5. ലെറ്റ് us മാച്ച് സ്യൂട്ടബിളി. നമുക്ക് ഇവയെ മാച്ച് ചെയ്യാം യോജിച്ച തരത്തിൽ. ഡ്രോ എ ലൈൻ ആൻഡ് കണക്ട് ദ വെഹിക്കിൾ ആൻഡ് ഇറ്റ്സ് നെയിം. വെഹിക്കിൾ നെയിം അതിൻ്റെ നെയിമിനെയും ഒരു ലൈന് വെച്ച് കണക്ട് ചെയ്യണം. അങ്ങനെയാണ് മാച്ച് ചെയ്യേണ്ടത്. എന്തെല്ലാം പിക്ചേഴ്സാണ് നോക്കൂ. ജീപ്പ്, സ്കൂട്ടർ, സൈക്കിൾ, ബൈക്ക് അല്ലേ. അപ്പം നമുക്കിതിനെ ഇപ്പുറത്ത് എഴുതിയതുമായിട്ട് ഇതിൻ്റെ നെയിമുമായിട്ട് വെഹിക്കിൾ ആൻഡ് ഇറ്റ്സ് നെയിം എന്തൊക്കെയാണ്. ഫസ്റ്റ് നമുക്കിവിടെ കണക്ട് ചെയ്ത് തന്നിട്ടുണ്ട്. ഗ്രീൻ ജീപ്പ് കളർ വെച്ചിട്ടാണ് കൊടുത്തിട്ടുള്ളത് നെയിം. വെഹിക്കിളിൻ്റെ നെയിം കളറും കൂടി ചേർത്തിട്ടാണ് കൊടുത്തിട്ടുള്ളത്. ഗ്രീൻ ജീപ്പ്. അപ്പം നെക്സ്റ്റ് നോക്കൂ. സ്കൂട്ടർ, റെഡ് സ്കൂട്ടർ കണ്ടില്ലേ. നെക്സ്റ്റ് സൈക്കിൾ, ബ്ലാക്ക് ബൈസിക്കിൾ. ലാസ്റ്റ് വൺ ബ്ലൂ മോട്ടോർ ബൈക്ക്. ഇതുപോലെ നിങ്ങൾ ഈ ആക്ടിവിറ്റി നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ ചെയ്യുക. കളേഴ്സും വെഹിക്കിൾസിൻ്റെ പേരും എഴുതി പഠിക്കാൻ മറക്കല്ലേ കേട്ടോ. കളേഴ്സ് എഴുതി പഠിക്കണേ. അടുത്ത ആക്ടിവിറ്റി 6. ലെറ്റ് us കംപ്ലീറ്റ് ദ പിക്ചർ യൂസിങ് സ്റ്റിക്കേഴ്സ്. ഈ പിക്ചർ കംപ്ലീറ്റ് അല്ല. നോക്കൂ, ഒരു പിക്ചർ ഉണ്ട്, അതിലൊന്നും തന്നെ ഇല്ല. അപ്പോൾ ഇത് കംപ്ലീറ്റ് ആവണമെങ്കിൽ സ്റ്റിക്കേഴ്സ് ഇവിടെ യൂസ് ചെയ്യണം. ഈ സ്റ്റിക്കേഴ്സൊക്കെ പേജ് നമ്പർ 70, അതായത് ഈ ബുക്കിൻ്റെ ബാക്ക് സൈഡിലുണ്ട് ഈ സ്റ്റിക്കേഴ്സ്. ഇതിൽ ഏതിൻ്റെയൊക്കെ സ്റ്റിക്കേഴ്സാണ് ഉള്ളത് നോക്കൂ. ട്രീസ്, പ്ലാന്റ്സ്, ഹൗസസ് ആൻഡ് വെഹിക്കിൾസ്. കണ്ടില്ലേ. ഈ സ്റ്റിക്കേഴ്സിനെ അവിടെ നിന്ന് വെട്ടിയെടുക്കണം. വെട്ടിയെടുക്കുമ്പോൾ നമ്മൾ നന്നായി ശ്രദ്ധിച്ച് വെട്ടിയെടുക്കണം. നിങ്ങൾ വെട്ടിയെടുക്കരുത് കേട്ടോ. അതിനുശേഷം വേറെ ആരെങ്കിലും അമ്മമാരോ അല്ലെങ്കിൽ ടീച്ചേഴ്സോ ഇത് വെട്ടിയെടുത്ത് തരും. എന്നിട്ട് അതിനെ ഇവിടെ ഒട്ടിക്കുകയാണ് വേണ്ടത്. നിങ്ങൾക്ക് വരയ്ക്കാൻ കഴിയുമോ? വരയ്ക്കാൻ കഴിയുമെങ്കിൽ വരച്ചോളൂ. വെട്ടിയെടുത്ത് നമ്മുടെ ബുക്ക് നാശാക്കണ്ട. പക്ഷെ ഇതിൽ പറഞ്ഞിട്ടുള്ളത് വെട്ടിയെടുത്തിട്ട് ചെയ്യാനാണ്. ആക്ടിവിറ്റി നമ്പർ 7. വാട്ട് ആർ ദേ ടോക്കിംഗ്? കംപ്ലീറ്റ് ദെയർ കോൺവെർസേഷൻ. 2 സൈഡിലുള്ളവർ തമ്മിലാണ് കോൺവെർസേഷൻ നടത്തുന്നത്. ആദ്യത്തെ ആൾ പറയുന്നത് നോക്കൂ. ഐ ഹാവ് വീൽസ്. എനിക്ക് വീൽസ് ഉണ്ട്, ചക്രങ്ങളുണ്ട്. അപ്പം ഈ സൈഡിൽ നിൽക്കുന്ന ആളും അത് തന്നെയാണ് പറയണത്. അതിൻ്റെ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആൾ പറയാണ് ഐ ടു ഹാവ് വീൽസ്. എനിക്കും വീൽസ് ഉണ്ട്. അതെങ്ങനെയാ പറയാ? ഐ ടു, എനിക്കും, ഹാവ് വീൽസ്, വീൽസ് ഉണ്ട്. നെക്സ്റ്റ് നോക്കൂ. ഐ ഹാവ് വിങ്സ്. എനിക്ക് ചിറകുകളുണ്ട്. ഐ ഹാവ് വിങ്സ്. അപ്പം അവൻ പറയാണ് എനിക്ക് ചിറകുണ്ട്. അപ്പം ഇപ്പുറത്ത് നിൽക്കുന്ന ആൾ എന്താ പറയുന്നത്? ഐ ഹാവ് നോ വിങ്സ്. ഇതിന് ചിറകുണ്ടോ? ഇല്ല. ഐ ഹാവ് നോ വിങ്സ്. നെക്സ്റ്റ് നോക്കൂ. ഐ ഹാവ് എ ഹോൺ. എനിക്കൊരു ഹോൺ ഉണ്ട് എന്ന് ഇവൻ പറയാണ്. അപ്പോൾ ഇയാൾ എന്ത് പറയുന്നു? ഐ ഹാവ് നോ ഹോൺ. എനിക്ക് ഹോൺ ഇല്ല. അപ്പോൾ നിങ്ങളിവിടെ ഈ വേർഡ്സ് ഫിൽ ചെയ്താൽ നമ്മുടെ ഈ ആക്ടിവിറ്റി കഴിഞ്ഞു. എനിക്കുണ്ട്, എനിക്കില്ല എന്നതിന് എങ്ങനെ പറയാന്നുള്ളതാണ് കേട്ടോ. ഐ ഹാവ് പറയുമ്പോൾ എനിക്കുണ്ട്. ഐ ഹാവ് നോ വിങ്സ്. എനിക്ക് ഇല്ല, വിങ്സ് ഇല്ല. ഓക്കെ. I have a pen.
എനിക്കൊരു പെന്നുണ്ട്. ഐ ഹാവ് നോ പെൻ, എനിക്ക് പെന്നില്ല. ഐ ഹാവ് എ ബാഗ്, എ ന്യൂ ബാഗ്. അപ്പം എന്താണ് അടുത്ത ആൾ പറയാണ് ഐ ഹാവ് നോ ന്യൂ ബാഗ്, എനിക്ക് പുതിയ ബാഗില്ല. മനസ്സിലായില്ലേ? അടുത്ത ആക്ടിവിറ്റി 8. ലെറ്റ് us കംപ്ലീറ്റ് ദ സെൻറ്റൻസസ്. ഇവിടെ ബസ്സുണ്ട്, കാറുണ്ട്. ബസ്സിനെ കുറിച്ച് ഈ ഭാഗത്തും കാറിനെ കുറിച്ച് അതർ സൈഡിലും കൊടുത്തിട്ടുണ്ട്. ബസ്സിനെ കുറിച്ച് എഴുതിയത് നോക്കാം. ദിസ് ഈസ് എ ഡാഷ് ബസ്. അവിടെ നമ്മൾ എന്താ കൊടുക്കേണ്ടത്? ഇതെങ്ങനത്തെ ബസ്സാ? കളറാണ് കൊടുക്കേണ്ടത്. ദിസ് ഈസ് എ ബ്ലൂ ബസ്. കാറിനെ കുറിച്ച് പറയുകയാണെങ്കിലോ ദിസ് ഈസ് എ റെഡ് കാർ. റെഡ് കാർ എന്നവിടെ എഴുതണം. ദ ബസ് ഹാസ് സീറ്റ്സ്. ബസ്സിന് സീറ്റുകളുണ്ട്. ദ കാർ ഹാസ് സീറ്റ്സ്. കാറിനുണ്ടല്ലോ, അപ്പോൾ കാറിനും സീറ്റുണ്ട്. കാറിന് സീറ്റുകളുണ്ട്. ബസ്സിന് സീറ്റുകളുണ്ട്. ദ ബസ് ഹാസ് എ ഹോൺ. ബസ്സിന് ഒരു ഹോണുണ്ട്. ദ ബസ് ഹാസ് എ ഹോൺ. കാറിന് ഹോണുണ്ടോ? യെസ്, ദ കാർ ഹാസ് എ ഹോൺ. കാറിന് ഒരു ഹോണുണ്ട്. ഇനി നമുക്ക് എന്തൊക്കെ എഴുതാം? ബസ്സിനും കാറിനും ഉള്ളതാണ് ലൈറ്റ് അല്ലേ? അത് എഴുതാം. ബസ്സിനും കാറിനും വീൽസ് ഉണ്ട്, അതും എഴുതാം. ദ ബസ് ഹാസ് ലൈറ്റ്സ്. ദ കാർ ഹാസ് ലൈറ്റ്സ്. ദ ബസ് ഹാസ് വീൽസ്. ദ കാർ ഹാസ് വീൽസ്. അപ്പോൾ ആക്ടിവിറ്റി 8 കംപ്ലീറ്റ് ആക്കുക. ആക്ടിവിറ്റി 9. വാട്ട് ഡു ദേ സേ? എന്താണ് ഇവർ പറയുന്നത്? ബസ്സുണ്ട്, കാറുണ്ട്, പോലീസ്മാൻ ഉണ്ട് അല്ലേ? ബസ് എന്താണ്? വാട്ട് ഡു ദ ബസ് സേ? വാട്ട് ഡു ദ ബസ് സേ? ഹേ കാർ ഗിവ് വേ. ഓർമ്മല്ലേ ടെക്സ്റ്റ് ബുക്കിൽ പറഞ്ഞത്? ഹേ കാർ ഗിവ് വേ. കാർ എനിക്ക് വഴുതാ. കാർ അപ്പം എന്താ പറയാ? യു മൂവ്. നീ മാറ്, നീ വഴി മാറ്. യു മൂവ്, നീ നീങ്ങ്, മാറ്. പോലീസ്മാൻ അപ്പം എന്താണ് പറയുന്നത്? സ്റ്റോപ്പ്. പോലീസ്മാൻ എന്താ പറയുന്നത്? സ്റ്റോപ്പ്. നെക്സ്റ്റ് ആക്ടിവിറ്റി നമ്പർ 10. ലെറ്റ് us കംപ്ലീറ്റ് ദ സെൻറ്റൻസസ്. ഇവിടെയും സെൻറ്റൻസസ് കംപ്ലീറ്റ് ആക്കുകയാണ് വേണ്ടത്. ദ ജീപ്പ് ഹാസ് നോ വീൽസ്. ഇവിടെ ഈ ജീപ്പിന് വീൽസ് ഉണ്ടോ? ദ ജീപ്പ് ഹാസ് നോ വീൽസ്. ജീപ്പിന് വീൽസ് ഇല്ല, ചക്രങ്ങളില്ല. ഇവിടെ നോക്കൂ, ഈ ലോറിക്ക് എന്താ ഇല്ലാത്തത്? ലൈറ്റ്സ് അല്ലേ? ദിസ് ലോറി ഹാസ് നോ ലൈറ്റ്സ്. ജീപ്പിനെ കുറിച്ച് എന്താ പറഞ്ഞത് നമ്മൾ? ദിസ് ജീപ്പ് ഹാസ് നോ വീൽസ്. ദിസ് ലോറി ഹാസ് നോ ലൈറ്റ്സ്. ഓക്കെ, ഈ ജീപ്പിന് വീൽസ് ഇല്ല, ഈ ലോറിക്ക് ലൈറ്റ്സ് ഇല്ല. ഈ സൈക്കിളിന് എന്താണ് ഇല്ലാത്തത്? നോക്കൂ, സൈക്കിളിന് ഇല്ലാത്തത് സീറ്റാണ്. ഓക്കെ, ദിസ് ബൈസിക്കിൾ ഹാസ് നോ സീറ്റ്. ദിസ് ബൈസിക്കിൾ ഹാസ് നോ സീറ്റ്. ഈ സൈക്കിളിന് സീറ്റില്ല. നെക്സ്റ്റ് നോക്കൂ, ഇതെന്താ? ഈ വാനാണ്. ഈ വാനിന് എന്താ ഇല്ലാത്തത്? ഇവിടെ ഡോറിൻ്റെ സ്ഥാനത്ത് അടപ്പുണ്ടോ? ഡോറുണ്ടോ? ദിസ് വാൻ ഹാസ് നോ ഡോർ. ദിസ് വാൻ ഹാസ് നോ ഡോർ. ഈ വാനിന് വാതിൽ ഇല്ല. ഇനി ആക്ടിവിറ്റി നമ്പർ 11. വാട്ട് വിൽ ദ ഡോഗ് സേ? എന്താണ് ഈ ഡോഗ് പറയുന്നത്? എ കപ്പ് ഓഫ് ടീ പ്ലീസ്. കാറ്റ് ഓർഡർ ചെയ്യാണ്. എന്താ ഓർഡർ ചെയ്യുന്നത്? എ കപ്പ് ഓഫ് ടീ പ്ലീസ്. ഒരു കപ്പ് ചായ.
ദ ഡോഗ് ചായ ഇട്ട് വരുന്നുണ്ട് അല്ലേ? ക്രാക്ക്. എന്ത് സംഭവിച്ചു? ദ കപ്പ് ഫെൽ ഡൗൺ. ദ കപ്പ് ക്രാക്ഡ് അല്ലേ? കപ്പ് പൊട്ടി. അപ്പം എന്താണ് നമ്മുടെ കാറ്റ് പറയുന്നത് നോക്കൂ? ഇറ്റ് ഈസ് യുവർ മിസ്റ്റേക്ക്. ഇറ്റ് ഈസ് യുവർ മിസ്റ്റേക്ക്. ഇത് നിന്റെ തെറ്റാണ്. ഡോഗ് പറയുന്നത് എന്താണ്? സോറി, ഐ എം സോറി അല്ലേ? ഓക്കെ, ഇത് കംപ്ലീറ്റ് ആക്കുക. നെക്സ്റ്റ് ആക്ടിവിറ്റി, ആക്ടിവിറ്റി നമ്പർ 12. ആഡ് എ ലൈൻ ടു ദ സോങ്. നിങ്ങൾ ഇവിടെ ഒരു ലൈൻ ചേർക്കണം ഈ സോങ്ങിൽ. സോങ് ഒന്ന് ചൊല്ലി നോക്കിയാലോ നമുക്ക്? ഗ്രീൻ ട്രീസ് യു ആർ സോ ഫൈൻ, ഐ ആം സോ ഹാപ്പി ടു സീ യു ആൾ. ബ്ലൂബേർഡ്സ് യു ആർ സോ ഫൈൻ, ഐ ആം സോ ഹാപ്പി ടു സീ യു ആൾ. ഇവിടെ ഇനി എന്താ നമ്മൾ കൊടുക്കുക? റെഡ് ഫ്ലവേഴ്സ് എന്ന് കൊടുത്താലോ? റെഡ് ഫ്ലവേഴ്സ് യു ആർ സോ ഫൈൻ, ഐ ആം സോ ഹാപ്പി ടു സീ യു ആൾ. ഓക്കെ, ഇത് ഇതുപോലെ കംപ്ലീറ്റ് ചെയ്യാം. ഈ സോങ് നിങ്ങൾ ചൊല്ലി നോക്കുക. ഓക്കെ, ഇതോടുകൂടി നമ്മുടെ യൂണിറ്റ് 1 ആക്ടിവിറ്റീസ് കഴിഞ്ഞു. ബി ഹൈവിലെ ആക്ടിവിറ്റീസ് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാ ആക്ടിവിറ്റീസും കംപ്ലീറ്റ് ചെയ്യുക. നോട്ട് ബുക്കിലേക്കും എഴുതുക. ഒന്നും കൂടി എഴുതുമ്പോൾ നമുക്ക് ഒന്നും കൂടി പഠിക്കാൻ നല്ലതാണ്. ഓക്കെ, അപ്പോൾ അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം. See you. Bye.